എനിക്കറിയാം അപ്പോട്ട. പക്ഷെ അപ്പോട്ടെ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. ഇതിനേക്കാളൊരു 10,000 ഇരട്ടി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ നിർബന്ധിച്ച എൻ്റെ ശവത്തിലായിരിക്കും അപ്പോട്ടെ താലിയേട്ട. ഹലോ ഹലോ. ആ എത്തിയോ? അരുണേട്ടൻ അമ്മേ എത്തിന്ന്. അമ്മയോട് പറഞ്ഞേക്ക്. അല്ല അരുണേട്ടൻ അച്ഛൻ നിന്ന് പൈസ എടുത്തോണ്ടോ മറന്നു അല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. അതുകൊണ്ടല്ലേ ശ്രീധരൻ തന്നത് ഇഷ്ടാവാഞ്ഞേ? നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? അതാരേ நானா உன்னை விழுந்து விழுந்து இங்கே வச்சு ஆஸ்பத்திரிக்கெல்லாம் கூட்டு போய் நீ நல்லா இருக்கியான்னு டெய்லி சாமி கும்பிட்டு ஊருக்கு ஞாபகமான உட்காந்துக்கிற. ஆனா நீ உன் கரையில் ஜனப்பக்க கூட வரல. நான் நல்லதா உனக்கு தெரியும் யாருமே. കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. തോൽക്കാൻ എനിക്ക് അവകാശമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് വൺസ് അഗൈൻ ഐ റിയലൈസ് ദാറ്റ് ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് ദ മാൻ.